തനിച്ചാക്കപ്പെടുകയും വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുകയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ ഏകാന്തതകളിൽ തൻ്റെ തിരുക്കരവുമായി നമ്മുടെ അരികിലേക്ക് നടന്നു വരുന്നൊരു യേശുവിനെ വേദപുസ്തകം ശരിക്കും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പകലും മുഴുവൻ നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൈ വെളിപ്പെട്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും യേശുവിൻ്റെ വിരലുകളുടെ ആ ഒരു ഫിംഗർ പ്രിൻ്റ് പതിയെന്ന നിലയിൽ ദൈവാനുഭവത്തിൻ്റെ കരസ്പർശം കൊണ്ട് നമ്മുടെ ജീവിതം ഇന്ന് മുഴുവൻ ധന്യമാകട്ടെ. ഇന്ന് പകലെന്നല്ല, ഇന്ന് മുഴുവനുമല്ല, ഈ ഒരു ജീവിതകാലം മുഴുവനും എടുത്തു മാറ്റാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലങ്കരം ഉപവിഷ്ടമാക്കപ്പെടാൻ പോകുന്ന സന്തോഷത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ഇന്നത്തെ ദൂത് വളരെ സന്തോഷം നിറഞ്ഞതാണ്. കേൾക്കാം. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എത്രയും ശ്രേഷ്ഠമായ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ പരിശുദ്ധമായ വചനം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനെ കുറിച്ചാണ്. ഞാൻ എന്ന് പറയുന്നയാൾ കർത്താവിൻ്റെ മാർവോട് ചാരിക്കിടന്ന ശ്രേഷ്ഠ ശിഷ്യനായിരുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുനാമം മുറുകെ പിടിക്കുന്ന ആദിമ നൂറ്റാണ്ടിൽ തിരുസഭയുടെ രൂപീകരണത്തിന് ശേഷം കൊടിയ മതപീഡയ്ക്ക് സഭ ഇരയായി തീർന്നു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഞങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനമെന്നൊക്കെ അഭിമാനിച്ചിരുന്ന യഹൂദ ജനതയിൽ നിന്നും ദൈവസഭയ്ക്ക് ക്രൂരമായിരിക്കുന്ന താടനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ ദൈവകൃപയിൽ അധികമായി മുതിരുമ്പോൾ നിലവിലെ ആത്മീയർക്കൊക്കെ അത് അസഹനീയമായൊരു കാഴ്ചയായിരിക്കും. തങ്ങളെക്കാൾ അധികം ഒരുവൻ ദൈവപ്രസാദം നേടുന്നുവെന്ന് കാണുമ്പോൾ വളർന്നു വരുന്ന ഏത് ഇളയവൻ്റെ നേരെയും ആയുധമുയർത്താൻ ഏത് കാലഘട്ടത്തിലും ചില കയ്യന്മാർ ഉണ്ടാകും. തങ്ങൾക്ക് അതീതമായിരിക്കുന്നൊരു സ്വപ്നത്തെ ദൈവം ഞങ്ങളുടെ കൂടപ്പിറപ്പിൻ്റെ മേൽ പകർന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ ആ ഇളയവനെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം അവനെ ജീവനോടെ പൊട്ടക്കിണറുകളിലേക്ക് വലിച്ചെറിയാനായിരിക്കും ചില ചേട്ടന്മാർക്ക് ഇഷ്ടം. എല്ലാ കാലത്തും ഇങ്ങനെയുള്ളതായ വൈരികൾ, മത്സരങ്ങൾ എല്ലാ രംഗത്തും ഉണ്ട്. ബൈബിൾ അതൊക്കെ വളരെ വ്യക്തമായി അടിവരയിടുന്നു. ഇതര മനുഷ്യരെക്കാൾ അപരമായി നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ആരെയൊക്കെയോ സങ്കടപ്പെടുത്തുന്നുണ്ട്, ആരെയൊക്കെയോ ചൊടിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ പുറമേയുള്ളതായ വളർച്ചയിൽ കൺമുമ്പിൽ നിന്ന് ചിരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലിരിപ്പുകൾ നല്ലതല്ല. എല്ലാ ചിരികളുടെയും പുറകിലുള്ളത് ആഹ്ലാദങ്ങളുമല്ല. അതിനതീതമായി ഉള്ളിലുള്ള 1000 രോഷങ്ങളെ പലരും പുഞ്ചിരിയുടെ മറകൾ കൊണ്ട് മറച്ചു പിടിക്കുകയാണ്. ഉള്ളിലുയരുന്ന ഒരു വിഷക്കടലിനെയാണ് അവർ ഒരു പുഞ്ചിരി കൊണ്ടിങ്ങനെ ഒതുക്കുന്നത്. എങ്ങനെ ഈ നാശത്തിന് വേണ്ടി നീക്കുവാൻ ഏത് വഴിയും പ്രയോഗിക്കുന്ന, ഏത് കഠിനമായിരിക്കുന്ന ദുഷ്ടകാർമ്മിക തരങ്ങളും പ്രയോഗിക്കുന്ന നിലയിലേക്ക് പലരും തരം താണു പോകുന്നത് പലരുടെയും അനുഗ്രഹങ്ങളുടെ മുമ്പിൽ അവർക്ക് സഹിക്കാൻ കഴിയാതാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ദൈവം നമുക്ക് നൽകുന്ന ഒരു സാഹചര്യത്തിലും അഹങ്കരിക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം. കർത്താവ് നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ലഭിക്കുന്നതിനോടൊപ്പം ദൈവസന്നിധിയിൽ ഹൃദയത്തിൻ്റെ താഴ്മ എന്ന് പറയുന്ന വിശുദ്ധമായിരിക്കുന്ന കോട്ട കെട്ടി ഉയർത്തുവാനും തയ്യാറായില്ലെങ്കിൽ ലഭിക്കുന്നതിൽ പലതിലും നമുക്ക് നിലനിൽപ്പെന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാര്യമായി തന്നെ മാറും. അതൊരു ചലഞ്ച് തന്നെയായി മാറും. ചിലർക്ക് ആ കടമ മറികടക്കാൻ കഴിഞ്ഞില്ലെന്ന് തന്നെ വരും. എത്ര ഉയർന്നാലും ഞാൻ എന്തായിരുന്നു എന്ന് മറന്നു പോകാതിരിക്കണം. എവിടെ നിന്നാണ് എൻ്റെ തുടക്കമെന്നുള്ളത് എന്ന് ഓർത്തുകൊള്ളണം. എവിടെ നിന്നാണ് ഞാൻ വന്നതെന്നുള്ളതായി തിരിച്ചറിവ് എന്നും നമ്മുടെ ഹൃദയത്തിൽ വേണം. ഒരു മാത്രം നേരത്തേക്ക് ആ തമ്പുരാൻ്റെ പൊന്നുകരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിൻവലിക്കപ്പെട്ടാൽ നമ്മൾ വീണുപോകുന്ന ഗർത്തത്തിൻ്റെ ആഴം നമുക്കൊരു ജന്മം കൊണ്ട് പോലും വളർന്നാൽ അളന്നു തീർക്കാൻ കഴിയാത്തത്ര ദൈർഘ്യമേറിയതാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തുന്ന ഒരു കർമ്മ പദ്ധതിയിൽ ഉപവിഷ്ടനായിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവാനുഗ്രഹങ്ങളുടെ ആ പുതിയ പടവുകളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ ഇതുവരെ നിങ്ങളെ നടത്തിയവർ, നിങ്ങളെത്തിയ വഴികൾ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത സകലതിനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയുള്ളതൊരു അർപ്പണം കർത്താവിൻ്റെ സന്നിധി നൽകുവാൻ നിങ്ങൾ മറന്നു പോകരുത്. ദൈവസഭയ്ക്ക് കഠിനമായ വേദനകൾ നേരിട്ടൊരു കാലത്ത് ആ സഭയുടെ ഏറ്റവും വലിയ ഹൃദയമായിരുന്ന യോഹന്നാൻ എന്ന് പറയുന്ന ദൈവ മനുഷ്യനെ പല വിധത്തിൽ വകവരുത്തുവാൻ ആ കാലഘട്ടത്തിലും മതവും ഭരണകൂടങ്ങളും ശ്രമിച്ചു. പക്ഷേ ദീർഘായുസിൻ്റെ സംതൃപ്തി യോഹന്നാൻ്റെ മേലുണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഒരു വാഗ്ദത്തം നമ്മുടെ മേലുണ്ടെങ്കിൽ അതിന് നേരെ ആരെല്ലാം സംഘടിച്ചാലും ഒന്നും സംഭവിക്കില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം ഭദ്രമായി തന്നെ നമ്മളെ കാത്തു സൂക്ഷിക്കും. യോഹന്നാനെ എങ്ങനെയും ഇല്ലാതാക്കണമെന്നുള്ളത് ആ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയും ആവശ്യകതയുമായിരുന്നു. പക്ഷേ യോഹന്നാനെ നിലനിർത്തുക എന്നത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. ആരെല്ലാം എന്തെല്ലാം ആവശ്യകതകളും അനിവാര്യതകളും എന്ന് കണ്ട് പലതിനു നേരെ ഇറങ്ങിപ്പുറപ്പെട്ടാലും ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്.
നിങ്ങൾക്ക് നേരെ എഴുന്നേൽക്കുന്നത് എത്ര പ്രബലന്മാരാണെങ്കിലും എത്ര ശക്തരാണെങ്കിലും ദുർബലരായ നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പദ്ധതിക്കകത്ത് ഉൾപ്പെട്ടു എന്ന ഏക കാരണത്താൽ നിങ്ങളുടെ നേരെ അലറിയെടുക്കുന്ന ഒരു സൈന്യവും പാളയമിറങ്ങുന്ന ഏത് ശത്രുവും നിലംപരിചാകുന്ന കാഴ്ച, തകർന്ന് തരിപ്പണമായി പോകുന്ന കാഴ്ച നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ കാണും. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. നിന്റെ ഒരു വശത്ത് 1000 നിന്റെ വലതുവശത്ത് 10,000 വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. ഏത് വാഴുന്ന സൂര്യനായാലും, ഏത് ഇരുളിൻ്റെ മേൽ അധികാരമുള്ള ചന്ദ്രനായാലും, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ആയാലും നിന്നെ അത് ബാധിക്കുകയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം ഭൂമിയിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധ വചനമാണ്. നിങ്ങൾക്ക് കർത്താവ് നൽകുന്ന സംരക്ഷണം മൂല്യാതീതമാണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഉന്നതമായിരിക്കുന്ന കവചമാണ് യേശുവിൻ്റെ രക്തം നമ്മുടെ ചുറ്റും കെട്ടി ഉയർത്തിയിരിക്കുന്നത്. ഓരോ നിമിഷവും ആ കവചത്തിൻ്റെ സംരക്ഷണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. യാത്രകളിൽ, നാം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ, നാം ചെയ്യുന്ന ജോലികളിൽ കർത്താവിൻ്റെ സംരക്ഷണം നമുക്കെപ്പോഴും തണലായെന്ന് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നതിനോടൊപ്പം അത് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞ് ഉറപ്പിക്കുവാനും കൂടെ ഒന്ന് മനസ്സ് വച്ചേക്കണം. യോഹന്നാനെ നാട് കടത്തി തങ്ങളുടെ വാളുകളാൽ കൊല്ലുവാൻ കഴിയുന്നില്ല എന്നും പലവിധ കാരണങ്ങളാൽ യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രാണന് മീതെ ദൈവത്തിൻ്റെ കരുതലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിനാൽ തന്നെ 7 കടലിടുക്കുകളുടെ നടുവിലുള്ള ഈജിയൻ കടലിടുക്കുകളുടെ നടുവിലുള്ള പത്മോസ് എന്ന വിജനമായ ദ്വീപിലേക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചാരിക്കടന്ന മനുഷ്യനെ നാട് കടത്തി. അവിടെ പാറ പൊട്ടിക്കുന്ന ഒരു ജോലിയിൽ തന്നെ അടിമവേലയ്ക്കായി നിയോഗിച്ചു. അടിമയായി താൻ ചെന്ന് വീണതായ നാട്ടിൽ താൻ ഏൽപ്പിച്ചിരുന്നതായ പാറ പൊട്ടിക്കൽ എന്ന് പറയുന്ന തൊഴിലിൽ താൻ ഏർപ്പെട്ടിരിക്കുന്ന കാലത്ത് ഒരു കത്ര ദിവസത്തിൽ ദൈവകൃപയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന യോഹന്നാൻ കൂടുതൽ ആത്മപ്രേരിതനായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ആത്മവിവശനായി എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അകത്ത് ആത്മപൂർണ്ണതയുടെ പുതിയ അനുഭവങ്ങളിലേക്ക് യോഹന്നാൻ നയിക്കപ്പെടാൻ തുടങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മവിവശതകളുണ്ടാകും. അതിൻ്റെ അർത്ഥം വെറുതെ താഴെ വീഴുന്നു, ഉയർന്നു ഉരുളുന്നു എന്നുള്ളതൊന്നുമല്ല. അതിനതീതമായി നാം ഇന്നുവരെ ആർജിച്ചതിനേക്കാൾ അതീതമായിരിക്കുന്ന പുതിയ ദൈവസ്നേഹത്തിൻ്റെ അനുഭവ തലങ്ങളിലേക്ക് നാം വളർത്തപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെയും നാം അനുഭവിച്ചതിനേക്കാൾ അതീതമായിരിക്കുന്ന ദൈവകൃപയുടെ പുത്തൻ ഏടുകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പ്രാർത്ഥനയിലാകാം, ധ്യാനത്തിലാകാം, കണ്ണുനീരിലാകാം, മൗനതയിലാകാം, വചനധ്യാനത്തിലാകാം, ഒരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോഴാകാം, ഇനി ജീവിതത്തിൻ്റെ ഏകാന്തതകളിലാകാം, കണ്ണന് നിറഞ്ഞ ജീവിതത്തിൻ്റെ കണ്ണീർ അനുഭവങ്ങളിലാകാം. നിങ്ങൾക്ക് എവിടെയൊക്കെയോ ഇന്നുവരെ ആർജിച്ചതിനേക്കാൾ അതീതമായിരിക്കുന്ന ഒരു കൃപയുടെ പുതിയ നീർച്ചാലിലേക്ക് ഇറങ്ങുവാനുള്ളൊരു നിയോഗമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ വാക്കുകളെ കേൾക്കുന്നത്. യോഹന്നാന് അപ്രകാരമുള്ളൊരു ആത്മനിറവിൻ്റെ അനുഭവം ഉണ്ടാകുകയാണ്. അദ്ദേഹത്തെ കർത്തൃ ദിവസത്തിലെ ആത്മപൂർണനായിരിക്കുന്ന അനുഭവത്തിൽ ആത്മവിവശതയിൽ എത്തപ്പെട്ടവനായി നമ്മൾ കാണുന്നു. വിവശത അത് ശരീരം വല്ലാതെ തളർന്നു പോകുന്നൊരവസ്ഥയാണ്. മനസ്സിനകത്തുള്ളതായ അന്തർദാഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ ശരീരം ഇങ്ങനെ സൊല്ലിടുന്നൊരവസ്ഥയുണ്ടല്ലോ, അതാണ്. ആ നിലയിൽ നമ്മുടെയൊക്കെ ശരീരങ്ങൾ പല അനുഭവങ്ങളെ പ്രാപിച്ചിട്ടുണ്ട്. ചിലപ്പോൾ രോഗങ്ങളാകാം, ചിലപ്പോൾ മതിമറന്നു പോകുന്ന സന്തോഷങ്ങളാകാം, മറ്റു സുഖങ്ങളാകാം. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഏതുന്മാദത്തെക്കാൾ ശ്രേയസ്സുള്ളതായിരിക്കുന്ന ഒരു പുതിയ ദൈവാനുഭവത്തിൻ്റെ സന്തോഷം യോഹന്നാനെ തൊട്ടു. അദ്ദേഹം കർത്തൃ ദിവസത്തിൽ ആത്മപൂർണനായി, ആത്മവിവശതയിലായി. ആത്മവിവശത കൊണ്ട് താൻ കുറച്ചു നേരം അവിടെ കിടന്നിട്ട് എഴുന്നേറ്റ് പോകുന്നൊരു അനുഭവമല്ല ഉണ്ടാകുന്നത്. യോഹന്നാൻ ഇന്നുവരെ കാണാത്ത കാഴ്ചകൾ, ഇന്നുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ, ഇതുവരെ എത്താത്ത ഇടങ്ങൾ അയാളെ കാത്തിരിപ്പുണ്ടായിരുന്നു. കാഹളനാദത്തിനൊത്തൊരു ശബ്ദം തൻ്റെ പിന്നിൽ താൻ കേട്ടു. എന്നോട് സംസാരിക്കുന്ന നാദം എന്താണ്? അത് കാണുവാൻ വേണ്ടി അദ്ദേഹം തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ട കാഴ്ച തന്നെ ഏറെ ഉത്സാഹഭരിതനാക്കുന്നതായിരുന്നു. താൻ കാണുന്നത് തൻ്റെ ജീവൻ്റെ ജീവനായ യേശുവിനെയാണ്, തൻ്റെ പ്രാണൻ്റെ പ്രാണനായ പ്രാണനാഥനെയാണ്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ യേശു, താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തൻ്റെ കർത്താവ്, താൻ ഏറ്റവും കൂടുതലായിരിക്കാൻ ആഗ്രഹിക്കുന്ന തൻ്റെ കർത്താവിൻ്റെ മാർവിടം, അത് തൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടെ വെളിപ്പെടുകയാണ്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി തന്നെ നെഞ്ചോട് ചേർക്കാൻ വന്നു നിൽക്കുന്ന യേശുനാഥനെ യോഹന്നാൻ കണ്ടു. യേശു പണ്ടെങ്ങോ അവതരിച്ച ഒരു അവതാര പുരുഷൻ, കാലങ്ങൾക്ക് പുറകിൽ എവിടെയോ വന്നുപോയൊരു ചരിത്ര വ്യക്തിത്വം, കുറേ പേർ ആരാധിക്കുന്ന ഒരു ആരാധനാപാത്രം, ക്രിസ്ത്യാനികളുടെ ദൈവം. ഇങ്ങനെയൊക്കെയുള്ളതായ പൊതു കാഴ്ചപ്പാടുകൾക്ക് അതീതമായി നിങ്ങൾ തളർന്നു പോകുന്ന, നിങ്ങൾ വിവശതപ്പെടുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരിടത്ത് ഇന്നും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന പരമമായൊരു യാഥാർത്ഥ്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ മതമോ നിങ്ങളുടെ വിശ്വാസമോ നിങ്ങൾ പുലർത്തുന്ന കാഴ്ചപ്പാടുകളോ അതെന്തുമാകാം, അത് എത്ര വ്യത്യസ്തമുള്ളതോ എത്ര വൈവിധ്യമുള്ളതോ ആകാം. നിങ്ങൾ ഒരുപക്ഷെ
ഇതര വിശ്വാസ സംവിധാനങ്ങളിലെല്ലാം വേർപെട്ട് ഏറ്റവും നീചമായ ചില ആചാരങ്ങളിൽ പോലും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാകാം. എന്നാൽ പോലും ദൈവസ്നേഹത്തിൻ്റെ ഒരു വിസിറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള എൻ്റെ ഈ വാക്കിന് നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം ഏറ്റവും തകർന്നവനെ തേടി വരുന്നതുപോലെ തന്നെ, ഏറ്റവും മുടിഞ്ഞവനെ തേടി വരുന്നത് പോലെ തന്നെ, ഏറ്റവും അറപ്പുളവാക്കപ്പെടുന്ന ജീവിതത്തിലൂടെ കടന്നു പോകുന്നവനെയും മാറോട് ചേർക്കാൻ സഞ്ചരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ സഞ്ചാരം ഇന്നും നിലച്ചിട്ടില്ല. അതുകൊണ്ട് യേശു നിങ്ങളുടെ മുമ്പിലും വരാനുള്ള സാധ്യത 100-ൽ 100. യോഹന്നാൻ കണ്ടു തൻ്റെ കർത്താവ് വന്നിരിക്കുന്നു. 3.5 വർഷം കൊണ്ട് യേശുവിൻ്റെ സഞ്ചാരം തീർന്നിട്ടില്ല എന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. പണ്ടെങ്ങോ എഴുതപ്പെട്ട സുവിശേഷ കൃതികൾക്കകത്ത് കർത്താവിൻ്റെ പ്രവൃത്തികൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണിത്. നിങ്ങളുടെ ജീവിതത്തിലും ഒരു അപ്പോക്കാലിപ്സിസ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും മറന്നീക്കപ്പെടുന്ന ചില കാഴ്ചകളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിഗൂഢമായിരിക്കുന്ന ചില ദൈവാനുഭവങ്ങളുടെ പുത്തനേടുകൾ വെളിപ്പെടുവാനുണ്ട്. കർത്താവ് അതിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. യേശു യോഹന്നാൻ്റെ മുമ്പിൽ വന്നതുപോലെ നിങ്ങളുടെ മുമ്പിലും വരാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കഠിനമായ പ്രശ്നമായിരിക്കാം നിങ്ങളുടെ പത്മോസ്. നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ റിജക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ പത്മോസ്. ബട്ട് യേശുവിന് മാറ്റമില്ല. സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ട്, അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ട്. മാറ്റമില്ലാത്തവൻ യേശു മാത്രമാകയാൽ അവിടേക്ക് വരിക തന്നെ ചെയ്യും. അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. മാറോട് ചേർക്കാൻ യേശു വരുന്നുണ്ടേ. നെഞ്ചോട് ചേർത്ത് സന്തോഷിപ്പിക്കാൻ യേശു വരുന്നുണ്ടേ. എന്നെ തൊടുവാൻ തൃക്കരവുമായി യേശു എൻ്റെ അരികിലേക്ക് വരുന്നുണ്ടേ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ജീവിത സാഹചര്യത്തിൻ്റെ വല്ലായ്മകളിൽ, പോരായ്മകളിൽ, ഒറ്റപ്പെടലുകളിൽ, നെടുവീർപ്പുകളിൽ, ചുടു കണ്ണുനീർ വീണ് ചിതറുന്ന ജീവിതത്തിൻ്റെ കണ്ണീർ കയങ്ങളിൽ നിങ്ങളെ നെഞ്ചോട് ചേർക്കാൻ യേശു വരുന്നുണ്ട്. ആ കാഴ്ച യോഹന്നാൻ കണ്ടു. സൂര്യനേക്കാൾ തേജസ്സോടുകൂടെ തിരുമുഖം വിളങ്ങുന്ന നിലയിൽ ചുറ്റുമരുമ്പുന്ന കടലിലെ തിരകൾക്കും കീഴടക്കാൻ കഴിയാത്തത്ര ശബ്ദഭേരിയായി തൻ്റെ പേരെടുത്ത് വിളിക്കുന്ന കാഹളനാദം പോലെയുള്ളതായ ശബ്ദത്തിൻ്റെ ഉടമയായിരിക്കുന്ന സൃഷ്ടിവചനത്തിൻ്റെ ദിവ്യസ്വരമായി യേശു അവിടെ വെളിപ്പെടുകയാണ്. ഉലയിൽ ചുട്ടുപഴുത്തിരിക്കുന്ന വെള്ളോട്ടിന് സദൃശ്യമായിരിക്കുന്ന പാദങ്ങളോടുകൂടെ തൻ്റെ അരികിലേക്ക് യേശു നടന്നു വരുന്നു. നക്ഷത്രങ്ങളെ കരങ്ങളിൽ വച്ചിരിക്കുന്ന സഭയുടെ നാഥൻ തിരുക്കരം കൊണ്ട് തന്നെ നീട്ടി തൊടുമാറ് തൻ്റെ അരികിലേക്ക് ആഗതനാകുന്ന രംഗം യോഹന്നാൻ കണ്ടു. പുരാതനമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഇന്നലകളിൽ നല്ല തിളയ്ക്കുന്ന തീഷ്ണ യൗവനത്തിൻ്റെ ഒരു രാശിയിൽ അധികാലത്ത് ഒരു രാത്രിയുടെ 4 യാമമെന്ന് പറയാം, വെളുപ്പാങ്കാലത്ത് ഒരു 3 മണിക്ക് പത്രോസിൻ്റെയും ഒക്കെ കൂടെ മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാതെ ഒരു പടകിനകത്ത് കിടന്ന് തളയ്ക്കപ്പെട്ട ഒരു നിമിഷം യോഹന്നാൻ ഓർമ്മിക്കാനുണ്ട്. അന്ന് മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാതെ കടലിന് നടുവിൽ തിരകളിൽ ഉലഞ്ഞു കിടക്കുന്ന ആ ജീവിതത്തിൻ്റെ തകർച്ചയുടെ നിമിഷത്തിൽ മുങ്ങിത്താഴാൻ പോകുന്ന തങ്ങളുടെ ജീവിത പടകിൻ്റെ അമരത്തേക്ക് നടന്നു വരുന്ന യേശുവിനെ യോഹന്നാൻ കണ്ട ഓർമ്മയുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ മീതെയല്ല യേശു നടന്നു വരുന്നത്. തൻ്റെ ജീവിതം തന്നെ തീർന്നുവെന്ന് നിരൂപിക്കുന്ന പത്മോസിൻ്റെ വിജനതയിൽ ഇപ്പോൾ കർത്താവിത അടുത്തു വരികയാണ്. അന്ന് പത്രോസിനെ പിടിക്കുവാനായി നീട്ടിക്കൊടുത്ത തൃക്കരം ഇപ്പോൾ യോഹന്നാൻ്റെ നേരെ നീട്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ കരം നീട്ടപ്പെടുന്നു. ഈ ദിവസങ്ങളിലെ മുഴുവൻ പ്രവചനദൂതൻ്റെ എപ്പിസോഡുകളിലും പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ദൂതിതാണ്: എൻ്റെ കർത്താവേ, ഇതിൽ നിന്നും മാറി എന്നെ ഒന്ന് ചിന്തിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അങ്ങ് പ്രേരിപ്പിക്കുന്നില്ലല്ലോ. ഇതിലൂടെ തന്നെ അങ്ങ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഞാൻ ദൈവത്തോട് പറയുന്നു. അപ്പോൾ യേശുവിനോട് പറയുന്നൊരു വാക്കുണ്ട്: എൻ്റെ കൈ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ കരം കൂടുതലായി നിൻ്റെ മേൽ വെളിപ്പെടുന്ന ദിനങ്ങളാണ്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, നമ്മൾ എവിടെയായാലും, എന്തിലായാലും, ഏത് സാഹചര്യത്തിലായാലും, എന്തിൻ്റെ പേരിലായാലും, നിങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്ന് കരുതുന്ന, തീർന്നു എന്ന് ചിന്തിക്കുന്ന, നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളെ തൊടാൻ ഒരു സർപ്രൈസ് വിസിറ്റുമായി യേശു വരുന്നു. തൻ്റെ തിരുക്കരം നിങ്ങളുടെ മേൽ തൊടുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഈ വചനം ഇങ്ങനെ പറയുന്നു: അവനെ കണ്ടിട്ടും ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, അവൻ വലങ്കയും എൻ്റെ മേൽ വെച്ചു. ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ മേൽ ഇന്ന് പകൽ മുഴുവൻ ഇരിക്കട്ടെ. പറയൂ: യേശു തൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, എൻ്റെ മേൽ വെച്ചു. എന്താ വാക്യം വായിക്കാതെ? ആ കൈ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇന്ന് പകരം മുഴുവൻ അവിടെ ഇരിക്കട്ടെ. ഈ ജന്മം മുഴുവൻ അവിടെ ഇരിക്കട്ടെ. എടുത്തു മാറ്റാതെ യേശുവിൻ്റെ കൈ എൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദൂതിൻ്റെ മുമ്പിൽ ബലം പ്രാപിച്ച്, ധൈര്യം പ്രാപിച്ച്, ആത്മാവിൻ്റെ കൃപ അനുഭവിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊന്നോമന മക്കൾ കേട്ട ദൈവാലോചനയുടെ ശക്തിക്കകത്ത് ഇവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന കൃപ വെളിപ്പെട്ടതിനായിട്ട് സ്തോത്രം. ഈ പകൽ മുഴുവൻ ധന്യവും അനുഗ്രഹവുമായി തീരും. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ.
അപ്പോഴേ ആ കരം നമ്മുടെ മേൽ ഇന്ന് മുഴുവനും ഇരിക്കട്ടെ. ഈ ജന്മം മുഴുവൻ ആ കരം നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ ഫിംഗർ പ്രിൻ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നാൽ അത് സർവ്വഭാഗ്യമാണ്. ഈ ശുശ്രൂഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കണം. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിൽ പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയിൽ വലതുവശത്തായിട്ട് ഇങ്ങനെ എല്ലാവർക്കും തണലേകി ഉയർന്നു നിൽക്കുന്ന മനോഹരമായിരിക്കുന്ന ആ ആൽമരം മുത്തച്ഛിയുടെ തൊട്ടപ്പുറത്ത് മന്നാകുളത്തിൽ ടവർ ഉണ്ട്. അതിൻ്റെ 7ാം നിലയിൽ നമ്മുടെ വിശുദ്ധ ആരാധനയുണ്ട്. അപ്പോൾ ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ അവിടെ എത്തിയാൽ നേരിട്ട് നമുക്ക് കാണാനും പ്രാർത്ഥിക്കാനുമുള്ള സുവർണാവസരമുണ്ട്. 7ാം നിലയിലാണ്. ആ ലിഫ്റ്റിൽ കയറിയിട്ട് 7 എന്നുള്ള നമ്പർ ഒന്ന് ഞെക്കിയാൽ മതി, നേരെ അങ്ങോട്ട് പോരാം. സമാധാനത്തോടെ വന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ മടങ്ങാം. ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ഈ കൂട്ടായ്മയോട് ശുശ്രൂഷയോട് നിങ്ങൾ കാണിക്കുന്ന സഹകരണങ്ങൾക്ക് നന്ദി. ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ മറക്കല്ലോ കേട്ടോ. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.